ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് മകം നക്ഷത്രത്തിൻ്റെ 2025 ആണ്ട് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമേ ഒന്ന് പറഞ്ഞോട്ടെ, ഇത് മകം നക്ഷത്രത്തിൽ പിറന്നവരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ടെന്നുള്ളത്. ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം. ഈ മകം നക്ഷത്രത്തിൽ പെടുന്നവർക്ക് 2025 ആണ്ട് സമ്മിശ്ര ഫലം ആണ് കാണുന്നത്. 2025 ആണ്ട് ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് നിങ്ങൾക്ക് കാണുന്നത്. ഇതിൽ ജനുവരി ഫെബ്രുവരി മാസവും ഗുണദോഷ സമ്മിശ്രം തന്നെയാണ്. ഇതിലെടുത്തു പറയേണ്ടത്, നിങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ പുരോഗതി, ധനലാഭം എന്നിവ അനുഭവപ്പെടുന്ന ഒരു സമയമാണ് ഈ ജനുവരി ഫെബ്രുവരി മാസം. ദീർഘകാല വീക്ഷണത്തോടു കൂടിയുള്ള പദ്ധതികളൊക്കെ നിങ്ങൾ നടപ്പിലാക്കാൻ സാധ്യതയുള്ള സമയമാണ്. നിങ്ങളുടെ അഹംഭാവവും വിദ്യാധാരണകളും ഉപേക്ഷിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി വരുന്നതാണ്. കുറച്ച് നാളുകളായിട്ട് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കുറച്ച് ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു, ഇച്ചിരി അഹങ്കാരമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് മാറിയിട്ട് ഒരു കുറേ കൂടി ശുദ്ധമായി മാറുന്നതാണ് നിങ്ങളുടെ മനസ്സൊക്കെ. നിങ്ങളുടെ കാര്യനിർവഹണ സിദ്ധി വർദ്ധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി വരുന്ന കാരണം നിങ്ങളുടെ അക്യുറസിയൊക്കെ ഒന്ന് കൂടി വരുന്ന സമയമാണ്. വാസ്തവ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും നിങ്ങൾ പിന്മാറുന്നതാണ്. സത്യസന്ധമല്ലാത്ത കാര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ പിന്മാറുന്നതാണ്. നിങ്ങളുടെ നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെ പ്രയോജനപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ അശ്രാന്ത പരിശ്രമം, കഠിനമായിട്ട് പരിശ്രമം വേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ്. അതല്ലെങ്കിൽ അതൊക്കെ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അവസരങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ പോകേണ്ട പല അവസരങ്ങളും നമ്മുടെ കയ്യിൽ നിന്ന് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് പരിശ്രമിക്കേണ്ടതാണ് അതൊക്കെ നമുക്ക് അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ വേണ്ടി. തൻ്റേതല്ലാത്ത കാരണങ്ങളാൽ മറ്റുള്ള ആൾക്കാരിൽ നിന്നൊക്കെ എതിർപ്പുകൾ നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് അതൊക്കെ ഒന്ന് സൂക്ഷിക്കുക. നമ്മൾ ഏത് കാര്യത്തിലേക്കും ഇറങ്ങുമ്പോൾ നന്നായിട്ട് ഒബ്സർവേഷൻ ഉണ്ടാവണം, നന്നായിട്ട് വീക്ഷണം ഉണ്ടാവണം. എന്നിട്ട് ഏത് കാര്യത്തിലേക്കും എടുത്ത് ചാടാവും. നിങ്ങളൊക്കെ ചിലർ സ്വന്തം വീട് മാറി താമസിക്കേണ്ട സാഹചര്യം കാണുന്നുണ്ട്. വ്യക്തിബന്ധങ്ങൾ നിലനിർത്താൻ വേണ്ടി വിട്ടുവീഴ്ച ചെയ്യാനുള്ള ചില കാര്യങ്ങളൊക്കെ വിട്ടുവീഴ്ചയൊക്കെ നിങ്ങൾ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് കോടതി വ്യവഹാരങ്ങളിലൊക്കെ വിജയം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ഈ മകം നക്ഷത്രക്കാരുടെ മാതാപിതാക്കളുടെ സ്വത്തുക്കളൊക്കെ ചില മകം നക്ഷത്രക്കാർക്ക് കൈവശം വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. പാർട്ടീഷനൊക്കെ കഴിഞ്ഞ് കൈവശം വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങളെല്ലാം തുറന്നടിച്ച് പറയുന്നതുകൊണ്ട് മറ്റുള്ളവരുടെ അതൃപ്തിയൊക്കെ ഉണ്ടാകുന്നതാണ്. ധാരാളം ശത്രുക്കളെ നിങ്ങൾ സമ്പാദിച്ചു വെക്കുന്നതാണ്. കുടുംബത്തിൽ തന്നെയുള്ളവർക്ക് പോലും നിങ്ങളൊരു എന്താ പറയുക, മോശം ക്യാരക്ടറായിട്ട് തോന്നുന്നതാണ്. അല്ലെങ്കിൽ ഒരു വഴക്കാളിയായിട്ട് തോന്നുന്നതാണ്. കുടുംബ ബന്ധങ്ങളുടെ മറവിൽ പലരും നിങ്ങളെ ചൂഷണം ചെയ്യാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. ഈ മകം നക്ഷത്രക്കാർക്ക് വിവാഹ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ട്. വിവാഹം നടത്തുന്നവർക്കൊക്കെ ഗുണകരമാണ്. വിവാഹ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള, നല്ല കാര്യങ്ങളിൽ പങ്കെടുക്കാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഈ ബിസിനസ് രംഗത്ത്, വ്യാപാര രംഗത്ത് കാലം വളരെ അനുകൂലമായിട്ട് കാണുന്നു. ഷെയർ മാർക്കറ്റ് ബിസിനസ് ചെയ്യുന്നവർക്കും ഗുണകരമായ സമയമാണ്. സ്വന്തമായിട്ടൊരു ഗൃഹം വേണമെന്ന് ആഗ്രഹിച്ചിരുന്ന മകം നക്ഷത്രക്കാർക്കത് സ്വന്തമാക്കുവാനുള്ള യോഗമുള്ള സമയമാണ് ജനുവരി മാസം. നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം കൂടുതലായിട്ടുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രതിബന്ധങ്ങളെയും നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നേറാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ഗുണഫലങ്ങളുടെ മാറ്റ് വർദ്ധിപ്പിക്കുന്നതിനും ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കുന്നതിനുമായിട്ട് നിങ്ങൾ വെള്ളിയാഴ്ചകളിൽ ദേവീക്ഷേത്രം ദർശിക്കേണ്ടത് അത്യാവശ്യമാണ്. ദേവീ പ്രീതിക്കായിട്ട് വെളുത്ത പായസം സമർപ്പിക്കുക. ചില ഭദ്രകാളി ദേവീക്ഷേത്രങ്ങളിലാണെങ്കിൽ അറുനാഴി വഴിപാടായിട്ട് കഴിക്കാറുണ്ട്. സാധാരണ ഭഗവതിയുടെ ക്ഷേത്രങ്ങളാണെങ്കിൽ വെളുത്ത പായസം കഴിപ്പിക്കുക. ദേവിക്ക് വെളുത്ത പുഷ്പം സമർപ്പിക്കുക. വെളുത്ത പട്ട് സമർപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് ഗുണകരമാണ്. ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കാലം ഒരുവിധം അനുകൂലമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ ദൈവാനുഗ്രഹത്താൽ, അമ്മയുടെ അനുഗ്രഹത്താൽ
എല്ലാം മംഗളമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.